ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പൗർണമി ദിവസം ചെയ്യേണ്ടുന്ന ഒരു എളുപ്പമുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ എന്താഗ്രഹവും സാധിക്കാൻ വേണ്ടിയിട്ട് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക്, അത് മാറിപ്പോകണമെങ്കിലും നമ്മൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. പൗർണമി എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും 16 കലകളോടുകൂടി ചന്ദ്രഭഗവാൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നതിനെയാണ് നമ്മൾ പൗർണമി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ പൗർണമികളിലും അങ്ങനെയല്ല. 16 കലകളും ചന്ദ്രൻ്റെ ആ ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്ന പൗർണമി എന്ന് പറയുന്നത് കാർത്തിക മാസത്തിലെ പൗർണമിയാണ്. എല്ലാ പൗർണമിയിലും ഈ 16 കലകളും ചന്ദ്രനിൽ ഉണ്ടെങ്കിലും അത് നമ്മുടെ ഭൂമിയോട് അടുത്ത് വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരുന്ന പൗർണമിയിലാണ്. അപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ പൗർണമിയിലും ആ ഷോഡശകല, അങ്ങനെയാണ് പറയുന്നത്, 16 കലകൾക്ക് പറയുന്നത് ഷോഡശകല എന്നാണ്. ആ 16 കലകളും ആകാശത്ത് ഒരേ രേഖയിൽ ഒരേ സമയത്തിൽ ഒരു സൂക്ഷ്മമായ ശക്തിയോടുകൂടി ഒന്നിച്ച് വരുന്നൊരു സമയം എല്ലാ പൗർണമിക്കും ഉണ്ടത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ പൗർണമിയിൽ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഈ പരിഹാരം ചെയ്യുന്നത്. അതുമാത്രവുമല്ല, ഇത് മകരമാസത്തിലെ അവസാനത്തെ പൗർണമിയാണ്. ഇപ്പം നമ്മുടെ മലയാള മാസങ്ങളിൽ തുടങ്ങുന്നതും തീരുന്നതും പൗർണമി, അമാവാസി പോലുള്ള പ്രത്യേക തിഥികളിലാണെങ്കിൽ അന്നത്തെ പൗർണമിയാണെങ്കിലും അമാവാസിയാണെങ്കിലും അതിന് വളരെയധികം ശക്തി ഉണ്ടായിരിക്കുമെന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. ആ സമയം നമ്മൾ എന്തൊരാഗ്രഹം പ്രാർത്ഥിച്ചാലും അത് യൂണിവേഴ്സ് നമുക്ക് സാധിച്ചു തരും. അപ്പം നമ്മൾ ഇന്ന് ആ ഷോഡശ കലാ സമയത്താണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. പൗർണമി തുടങ്ങുന്നത് ഇന്നലെ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 7 മണിയോടുകൂടി തുടങ്ങി അവസാനിക്കുന്നത് ഇന്ന് ബുധനാഴ്ച രാത്രി 7:30 ഈ ഷോഡശ സമയം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ബുധനാഴ്ച 12-ാം തീയതി വൈകിട്ട് 6:12 മുതൽ 9:12 വരെയുള്ള 3 മണിക്കൂർ സമയമാണ് ഈ ഷോഡശ കല ആകാശത്ത് ഉള്ളതും അതിൻ്റെ ഒരു പ്രഭാവം ഭൂമിയിലോട്ട് വരുന്നതും. അതുകൊണ്ട് പരിഹാരം ചെയ്യുന്നവർ ആരായാലും ഈ സമയത്ത് വേണം ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം, അത്രമാത്രം ആഴത്തിലുള്ളൊരാഗ്രഹം നമ്മൾ നടക്കണമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഈ പരിഹാരം ചെയ്താൽ അത് പൂർണ്ണമായും ഫലം കിട്ടിയിരിക്കും. ഒരുപാട് പേര് ചെയ്ത് ഫലം കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഇത്. ഇതെങ്ങനെയാണ് വർക്കാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ എനർജിയുമായിട്ട് ചേർന്ന് അത് യാഥാർത്ഥ്യമാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ 3 മണിക്കൂർ സമയം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. 6:12-നും 9:12-നും ഇടയ്ക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സമയം സെലക്ട് ചെയ്താൽ മതിയാവും. എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ളപ്പോഴും ഒന്നും ഇത് ചെയ്തുകൂടാ. കാരണം ഇതിൽ നമ്മളൊരു മന്ത്രം കൂടി ചൊല്ലുന്നുണ്ട്. അപ്പം ആ മന്ത്രം നമ്മൾ പീരിയഡ് സമയത്തൊന്നും ഉപയോഗിച്ചുകൂടാ. അതുകൊണ്ടാണ്. പിന്നെ നോൺ വെജ് കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം ഇത് ചെയ്താൽ മതിയാവും. എന്താണ് ആ മന്ത്രം, എങ്ങനെയാണ് ഈ പരിഹാരം ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 മണിക്കൂർ ആ സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നൊരു സമയത്ത് സ്വസ്ഥമായി, പൂജാമുറിയിലൊന്നും ഇരുന്ന് ചെയ്യണമെന്നില്ല, ശുദ്ധിയുള്ള വൃത്തിയുള്ള നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു പാത്രത്തിൽ, ഇന്ന പാത്രം എന്നൊന്നുമില്ല, ബ്രാസിൻ്റെ പാത്രമോ അതുപോലെ തന്നെ സ്റ്റീൽ പാത്രമോ എന്തുവാകാം, ബ്രാസിൻ്റെ പ്ലേറ്റാണ് ഏറ്റവും നല്ലത്. ഒരു പ്ലേറ്റ് എടുക്കുക, അതിൽ ഒരു പിടി ചെറുപയർ ഇടുക. നമ്മൾ എന്തുകൊണ്ടാണ് ചെറുപയർ എടുത്തതെന്ന് വെച്ചാൽ ബുധനാഴ്ച ദിവസമാണ്, ബുധഗ്രഹത്തിൻ്റെ ധാന്യം ചെറുപയർ ആയതുകൊണ്ടാണ് നമ്മൾ ചെറുപയർ എടുത്തത്. അപ്പം ആ പാത്രത്തിൽ ഒരു പിടി മതി. നമ്മുടെ കയ്യിൽ കൊള്ളുന്ന രീതിയിൽ ഒരു പിടി ചെറുപയർ എടുത്ത് ആ പാത്രത്തിൽ നിരത്തിയതിന് ശേഷം ഒരു മൺവിളക്കിൽ അല്പം എണ്ണയൊഴിച്ച് തിരി കൊളുത്തുക. അപ്പം നമ്മൾ എന്തെണ്ണയും ഉപയോഗിക്കാം. അതുപോലെ മൺവിളക്കും പുതിയത് വേണമെന്നില്ല. നമ്മൾ ഉപയോഗിച്ച മൺവിളക്ക് ശുദ്ധിയാക്കി എടുത്താൽ മതിയാവും.
മൺവിളക്ക് കൊളുത്തുമ്പോൾ തിരിയുടെ ജ്വാല എന്ന് പറയുന്നത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ആയിരിക്കണം. അത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ഇരിക്കുന്നതും ഒന്നെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണം അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി ഇരിക്കണം. ആ മൺവിളക്ക് കത്തിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഒരു ബിരിയാണി ഇല എടുക്കുക. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ബിരിയാണി ഇല, ബേ ലീഫ് ഉണ്ടായിരിക്കും എന്നറിയാം. ഒരുപാട് കീറലുകളൊന്നുമില്ലാത്ത ഒരു ബിരിയാണി ഇല എടുത്തതിന് ശേഷം അതിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളർ മാർക്കറോ സ്കെച്ച് പെന്നോ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരാഗ്രഹം അത് നടന്നതായിട്ട് എഴുതണം. ഞാനൊരു കാറ് വാങ്ങിച്ചു, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു കാറ് വാങ്ങിച്ചു, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു വീട് വാങ്ങിച്ചു, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മാല വാങ്ങിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സ്വർണം മേടിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, എൻ്റെ മക്കൾ നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നു, ഞാൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞു, സംഭവം നടന്നു കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ആഗ്രഹം എഴുതുക. ഇനി ഒരു പ്രശ്നമാണ്, കടം തീരണം എന്നൊക്കെയാണ്. കടം തീരണമെന്ന് എഴുതരുത്. കടം തീരാനുള്ള പണം ഇപ്പം 2 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ എനിക്ക് കിട്ടി എന്ന് എഴുതാൻ പാടില്ല. കാരണം പോസിറ്റീവായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ അത് പ്രപഞ്ചവുമായിട്ട് ചേർന്ന് നമ്മിലോട്ട് ആ പോസിറ്റീവ് വരത്തുള്ളൂ. നെഗറ്റീവാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചവുമായിട്ട് അത് കോയിൻസൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് തന്നെ തിരിച്ചു വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ശേഷം എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിളക്കിന് മുൻപിൽ ആ പയറിന് മുകളിലായിട്ട് ബിരിയാണി ഇല വെക്കുക. അതിനുശേഷം ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന മുദ്ര അതുപോലെ കയ്യിൽ ആക്കുക. ഇതിന് പറയുന്നത് യോനി മുദ്ര എന്നാണ്. ഈ മുദ്ര ഇതുപോലെ കയ്യിലാക്കി നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് കൈവെക്കുക. അങ്ങനെ തന്നെ ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലുക. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഈ മുദ്ര നമ്മുടെ കയ്യിലാക്കി നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ ഒരു 5 മിനിറ്റ് അലാം സെറ്റ് ചെയ്ത് വെക്കണം. അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ മുദ്രയാക്കി നമ്മൾ ഈ മന്ത്രം ചൊല്ലാൻ തുടങ്ങാൻ. മന്ത്രം ഇതാണ്: ഓം റീം വസി വസി ധനം പണം ധിനം ധിനം വസി വസി. ഓം റീം വസി വസി ധനം പണം ധിനം ധിനം വസി വസി. നമ്മളിവിടെ പൈസയെ മാത്രമല്ല വശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം ചൊല്ലുന്നു. ഈ മന്ത്രം നമ്മൾ എന്താഗ്രഹിച്ചാണോ ചൊല്ലുന്നത് അത് നമുക്ക് നടക്കും. അതുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ അലാറം സെറ്റ് ചെയ്തു. 5 മിനിറ്റ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വെച്ചിരിക്കുന്ന മൺവിളക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിലിട്ട് ചെറുപയർ മുഴുവൻ നമ്മുടെ കയ്യിലെടുത്ത് വടക്ക് ഭാഗത്ത് കൊണ്ടുപോയി തൂകി വിടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ചെറുപയർ എടുക്കണ്ട എന്നുള്ളത്. ശേഷം വടക്ക് ഭാഗത്ത് തൂക്കി വിട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബിരിയാണി ഇല ആ മൺവിളക്കിലെ നാളത്തിൽ കാണിച്ച് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. പ്രപഞ്ചത്തിന് അത് സമർപ്പിക്കുമ്പോൾ ഊതിവിടുമ്പോൾ നമ്മൾ താങ്ക് യു എൻ്റെ ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ആശസ്, അതായത് ആ ബിരിയാണി ഇലയുടെ ചാരം നമ്മൾ ഊതിവിടുക. അങ്ങനെ അത് കഴിഞ്ഞു 9-12 മുമ്പ് നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു വെള്ള കളർ പേപ്പർ എടുത്ത് ഇതേ മന്ത്രം 27 തവണ പച്ചയോ അല്ലെങ്കിൽ ചുമലയോ കളർ സ്കെച്ച് പെന്നോ മാർക്കറോ കൊണ്ട് 27 തവണ എഴുതി എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ സൂക്ഷിച്ചു വെച്ച് വീണ്ടും എൻ്റെ ഈ ആഗ്രഹം, എന്താഗ്രഹമാണോ ബിരിയാണിയിലയിൽ എഴുതിയത് അതേ ആഗ്രഹം വീണ്ടും പറഞ്ഞ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ എന്താണോ നിങ്ങൾ ബിരിയാണിയിലയിൽ എഴുതി പ്രാർത്ഥിച്ചത് ആ ആഗ്രഹം 100% സത്യമായും സാധിച്ചു കിട്ടിയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.